ഇത് ഞങ്ങളുടെ സ്വന്തം അനുഗ്രഹ 2025 നീറ്റില് 575 മാർക്ക് നേടി 4299 ഓൾ ഇന്ത്യ റാങ്കിങ് കരസ്ഥമാക്കി സേഫ് ആയിട്ട് MBBS സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കുട്ടി അനുഗ്രഹിക്ക് കഴിഞ്ഞ വർഷം 647 മാർക്കായിരുന്നു. അപ്പോൾ നീറ്റ് സ്കാമും കാര്യങ്ങളുമായിട്ട് സീറ്റ് വിരലിൻ്റെ തുമ്പത്തുനിന്നാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ കരഞ്ഞിരിക്കാൻ സമയമില്ലെന്ന് ഞങ്ങൾ അവളോട് പറഞ്ഞു. കുട്ടി അതുപോലെ തന്നെ കരഞ്ഞിരുന്നില്ല, ഒരു ഡിസിഷൻ എടുത്ത് രണ്ടാമത് ഒരു ശ്രമം കൂടെ നടത്തുകയായിരുന്നു. ഞങ്ങളെ വിശ്വസിച്ച് പ്രിപ്പറേഷൻ ത്രൂ ഔട്ട് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത്. അങ്ങനെ നീറ്റ് 2025 എക്സാം എഴുതാൻ പോയി. എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ വിളിച്ചപ്പോഴും പറഞ്ഞത് എക്സാം വളരെ ടഫായിരുന്നു, എന്നാലും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അല്ലേ. അങ്ങനെ 575 സ്കോർ വാങ്ങി ഇപ്പോൾ ആഗ്രഹിച്ച കോളേജിൽ തന്നെ, തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് തൃശ്ശൂരോ കോഴിക്കോടോ എവിടെ വേണമെങ്കിലും കിട്ടാവുന്ന മാർക്ക് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇരട്ടി സന്തോഷമാണ്. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ വർഷം നീറ്റിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കരമായിട്ട് തകർന്നുപോയി. കാരണം 647 മാർക്ക് കിട്ടിയിട്ടും എവിടെയും കിട്ടാത്ത ഒരവസ്ഥ വന്നു. ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പോൾ കരച്ചിൽ ഞാൻ കരയാത്തൊരു വ്യക്തിയാണ്. പക്ഷെ അപ്പോൾ എനിക്ക് തീരെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റിയില്ല. സിനിമസും ഉജ്ജ്വല മിസ്സിനും ഞാൻ കാണാൻ പോയി അവിടെ. അപ്പോൾ മിസ്സുമാരാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്, കരഞ്ഞിരിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ നമ്മൾ അതിനെ തരണം ചെയ്ത് നിന്റെ ആഗ്രഹം കൈവിടാണ്ട് നീ മുന്നിലോട്ട് പോകണം എന്ന് പറഞ്ഞത്. കാരണം ഞാൻ BSc നഴ്സിംഗ് എടുക്കാന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും അടുത്തു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ഭയങ്കരമായിട്ട് പെട്ടെന്ന് പിന്നിലോട്ട് പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്. പിന്നെ അവിടെ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വർഷം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് പഴയതൊന്നും ഓർക്കാൻ ഒരു സമയം തന്നിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം നവംബർ ആകുമ്പോഴേക്കും പോർഷൻസ് തീർന്നു. പിന്നെ ഫുൾ അങ്ങോട്ട് റിവിഷനും എക്സാംസും മാത്രമായിരുന്നു. ദിവസം 2 മോക്കൊക്കെ എഴുതുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് മാർക്ക് നോക്കുക, അതിൽ തെറ്റിയത് ഒന്നും കൂടി ക്ലിയർ ചെയ്യുക, അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ദിവസം കഴിഞ്ഞു. അപ്പോൾ അത്രയും ടൈറ്റ് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് പഴയതിനെ പറ്റി ആലോചിച്ച് വിഷമിക്കാനൊന്നും സമയം തന്നിട്ടില്ല. പിന്നെ എപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കൽ മാത്രമല്ല, നമുക്ക് മെന്റലിയും കൂടി ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഒരിക്കലും ഡിപ്രഷൻ ആവാൻ അവിടുത്തെ ടീച്ചേഴ്സ് ഒരിക്കലും സമ്മതിക്കില്ല. നമുക്ക് എന്തെങ്കിലും നമ്മുടെ മുഖം നോക്കിയിട്ട് തന്നെ അവർ കണ്ടുപിടിക്കും. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് വരും. അത് ഏത് ടീച്ചറായാലും, അവിടുത്തെ ഈവൻ മാത്സ് ടീച്ചർ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് പഠിപ്പിക്കണില്ല. പക്ഷെ ആ സാറ് വരെ വന്ന് ചോദിക്കും, നീ ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നന്നായി പഠിക്കാനൊക്കെ പറ്റണില്ലേ, ടെൻഷനൊന്നും ഇല്ലല്ലോ എന്ന്. അത് എത്ര ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ പാരൻസ് നമുക്ക് എത്ര വേണ്ടി ആഗ്രഹിക്കുമോ അതുപോലെ തന്നെയാണ് അവിടുത്തെ ഓരോ ടീച്ചേഴ്സ് നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പം അത് ഞങ്ങൾ അനുഭവിച്ചതാണ്. എന്നെന്ന് മാത്രമല്ല, അവിടുത്തെ ഓരോ സ്റ്റുഡൻസിനെയും അവരങ്ങനെ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നീറ്റ് എക്സാമിൻ്റെ തലേദിവസം വരെ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ തന്ന് നിന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ എല്ലാ ടീച്ചേഴ്സും എന്നെ പറഞ്ഞയച്ചത്. അപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ ഭയങ്കര ടഫായപ്പോഴും ഒന്ന് പേടിച്ചു. പക്ഷെ നമ്മൾ എല്ലാവർക്കും ടഫാണെന്ന് മനസ്സിലായി. ഈ ടഫ് എക്സാം ഇത്രയും നന്നായി എഴുതാൻ പറ്റിയത് ടീച്ചേഴ്സിൻ്റെയും എൻ്റെ പാരൻസിൻ്റെയും പിന്നെ ദൈവത്തിൻ്റെയും ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതാണ്. ഇനിയും ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സിനി ആൻഡ് ഉജ്ജ്വലയുടെ കൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് വി ആർ ദാറ്റ് മച്ച് ക്ലോസ് ടു സിനി ആൻഡ് ഉജ്ജ്വല ക്ലാസ്സസ്. നമ്മൾ എൻട്രൻസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് കോച്ചിങ് സെൻ്ററുകളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് തൃശ്ശൂർ പടിഞ്ഞാറേക്കോട്ടയിലുള്ള സിനി ആൻഡ് ഉജ്ജ്വലയുള്ള എത്തിച്ചേരുന്നത്. അവിടെ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ കൃത്യമായ ക്ലാസ്സുകൾ നടത്തുകയും അതുപോലെ കുട്ടികളിലുള്ള സ്വപ്നങ്ങളെ തിരിച്ചറിയാനും ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാനുമായിട്ട് ടീച്ചേഴ്സ് കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് കണ്ടത്. ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരോടൊപ്പം നിന്ന് അമ്മയായും ചേച്ചിയായും കൂട്ടുകാരിയായും എല്ലാം അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട്
മാനസിക വെല്ലുവിളി ഇല്ലാതെ മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. ആ സ്വപ്നങ്ങളെ അവർ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എൻ്റെ മോൾക്ക് നീറ്റ് എക്സാമിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ടീച്ചേഴ്സിൻ്റെ കൂട്ടായ്മ തന്നെയാണ്. മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും കൃത്യമായി എക്സാം എടുക്കുകയും അവരുടെ കൃത്യമായ ആ ഒരു പഠിപ്പിക്കുന്ന രീതി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് എനിക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം കൂടിയായിരുന്നു. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ അവർക്ക് എക്സാമുകൾ എടുക്കണമെങ്കിലോ നീറ്റ് പോകണമെങ്കിലോ ഒരു നല്ലൊരു ഭാവി ഈ സിനി ആൻഡ് ഉജ്ജ്വലയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ ഈ ലെവലിലേക്ക് എത്തിച്ച ഞങ്ങളുടെ മോളെ ഈ ലെവലിലേക്ക് എത്തിച്ച സിനി ഉജ്ജ്വലയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും എല്ലാവരെയും, ഞങ്ങളുടെ ഇപ്പോൾ പാപ്പൻ്റെ ആയാലും മേമയുടെ ആയാലും നാട്ടുകാരുടെയും. കാരണം ഞങ്ങളുടെ നാട്ടിലെ കുട്ടി എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് അഭിമാനിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ അത് വലിയൊരു സപ്പോർട്ട് തന്നെയാണ് സിനി ഉജ്ജ്വലയുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു. കഴിഞ്ഞ തവണ നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ വളരെയധികം വിഷമത്തിലായിരുന്നു. കാരണം മോൾക്ക് നല്ലൊരു മാർക്ക് ഉണ്ടായിട്ട് അവൾക്ക് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം അവൾ MBBS കയറും എന്നുള്ള സന്തോഷത്തിൽ ഇരുന്നിരുന്നതാണ്. പിന്നെയാണ് റിസൾട്ട് വന്നപ്പോൾ വളരെ ബാക്കിലേക്ക് റാങ്കൊക്കെ പോയി. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നിൽക്കുന്നത് ഭയങ്കര അധികം സന്തോഷത്തോടു കൂടിയാണ്. ഇപ്രാവശ്യം നീറ്റിന്റെ റിസൾട്ട് വന്നപ്പോൾ അതിന്റെ 10 മടങ്ങ് സന്തോഷത്തിലാണ്. കാരണം അവള് കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവള് BSc നഴ്സിംഗിന് ചേരണം. ഇനി എന്നെ കൊണ്ട് സാധിക്കില്ല. ഇനി ഞാൻ ആദ്യമൊന്നും പറയണില്ല. കാരണം ഞങ്ങൾക്ക് സിനി ടീച്ചറോടും ഉജ്ജ്വല ടീച്ചറോടുള്ള കടപ്പാടിനും സ്നേഹത്തിനും ഞാൻ പറയുകയാണെങ്കിൽ അതിർവരമ്പില്ല.